എല്ലാ കൂട്ടുകാർക്കും അമേരിക്കൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നേരെ നമ്മുടെ മുരിങ്ങത്തോട്ടത്തിലേക്കാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും 3-4 മുരിങ്ങ നട്ട് കഴിഞ്ഞാൽ അങ്ങനെ തോട്ടമാകുന്നതെന്ന്. എനിക്ക് 5-6 മുരിങ്ങ ഉണ്ടെങ്കിലും അത് തോട്ടം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തോട്ടത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കന് എനേബിൾ ആക്കിയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് നമ്മുടെ മുരിങ്ങത്തോട്ടത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് മുരിങ്ങക്കായ പറിക്കുകയാണ്. നമുക്ക് അത്യാവശ്യം കറി വെക്കാനുള്ള കുറച്ച് മുരിങ്ങക്കായ നമ്മൾ ഇന്ന് പറിച്ചെടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇനി ഉണ്ടാകുന്ന നമ്മുടെ പൂക്കൾ, മുരിങ്ങയിലുണ്ടാകുന്ന പൂക്കളൊന്നും ഇനി നമുക്ക് അത് കായ എന്നും കിട്ടത്തില്ല. കാര്യം പറഞ്ഞാൽ ഇപ്പോൾ നിറച്ച് കാ പിടിക്കും, പൂവെല്ലാം നിറച്ച് കുഞ്ഞു കുഞ്ഞിങ്ങനെ കായായിട്ട് നീണ്ടു വരും. പക്ഷെ അതൊന്നും നമുക്ക് മൂത്ത് കിട്ടത്തില്ല. ഇച്ചത്തെ നീളത്തിൽ വള്ളികളൊക്കെ ആയിട്ടേ കിടക്കുകയുള്ളൂ. അത് മൂക്കുകയില്ല, നമുക്ക് യാതൊരു ഉപകാരത്തിനും കൊള്ളില്ല. അപ്പം നമുക്കിപ്പോൾ വേണേൽ ആ പൂക്കൾ മുഴുവനും പറിച്ചിട്ട് നമുക്ക് തോരൻ വെച്ച് പിന്നെ കഴിക്കുകയോ പിന്നെ എന്തെങ്കിലും കറിയിൽ ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്യാം. പിന്നെ അതുകൂടാതെ നമ്മൾ ഈ മുരിങ്ങ ചോടയെ പറിച്ചെടുക്കുന്നതാണല്ലോ. അപ്പോൾ ഇത് ഇലയെല്ലാം പൊഴിഞ്ഞു, നമ്മൾ പറിച്ച് വെച്ച് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഇല മുഴുവൻ പൊഴിഞ്ഞ് താഴെ കിടക്കും. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഈ ഇലയ്ക്ക് നല്ല പച്ചനിറം ഉണ്ടാവും. ഇപ്പം നമ്മൾ ഈ ഇല പറിച്ച് ഉണക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെയാണല്ലോ ഉപയോഗിക്കാം. കുറച്ചുകൂടെ കഴിയുമ്പോൾ മുഴുവൻ പഴുത്തു പോകും. പിന്നെ നമുക്ക് ടെമ്പറേച്ചർ ഇപ്പോൾ ഏകദേശം നമുക്കൊരു 80s എത്തിയിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ താഴുന്നതനുസരിച്ച് പിന്നെ ഇത് മഞ്ഞ കളറായിട്ട് ഇവിടെ നിന്ന് തന്നെ പൊഴിയും. നമ്മൾ പറിക്കുന്നതിന് മുന്നേ തന്നെ കുറേ ഇല പൊഴിഞ്ഞു പോകും. അപ്പോൾ ഇപ്പം ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് കുറച്ച് ഇല എടുത്തിട്ട് ഉണങ്ങാൻ വയ്ക്കാൻ പോവാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നമുക്ക് നിറച്ച് മുരിങ്ങക്കായി കിടപ്പുണ്ട്. ഇത് കണ്ടോ, വെയിലായതുകൊണ്ടാണ് കേട്ടോ ശരിക്കും കാണാത്തത്. നിറഞ്ഞു കിടപ്പുണ്ട്. നമുക്ക് കഴിഞ്ഞ വർഷം കുറച്ച് മുരിങ്ങക്ക കുറവായിരുന്നു. ഞാൻ എന്താണെങ്കിലും ഈ വർഷം വേറൊരു സ്ഥലത്തേക്കൊക്കെ മാറ്റി നട്ട് നോക്കി. നമുക്ക് ഇവിടെ നമ്മുടെ ഏരിയയിൽ ഭയങ്കര കാറ്റാണ്, എവിടെ നട്ടാലും ഭയങ്കരമായിട്ട് കാറ്റ് പിടിക്കും. ഇപ്രാവശ്യം വീടിൻ്റെ സൈഡിലേക്കായിട്ട് വേറൊരു സൈഡിലേക്ക് മാറ്റി ഈ സൈഡിലൊക്കെ പന്തലിട്ടിട്ട് കുറച്ച് കാറ്റിനെ ഒന്ന് പ്രതിരോധിക്കുന്ന രീതിയിലൊക്കെ ചെയ്ത് നോക്കി. അതുകൊണ്ട് എന്തായാലും കുറച്ചുകൂടെ കൂടുതൽ മുരിങ്ങയൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ. നിങ്ങൾ ഈ കാണുന്ന ഭാഗത്തല്ല കേട്ടോ, അങ്ങോട്ടേക്ക് കൊണ്ടുവരും 3-4 മുരിങ്ങയും കൂടെ. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് മുരിങ്ങയുടെ ഇല എടുക്കാൻ പോവാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ കുറച്ച് ചെയ്തായിരുന്നു ഇതുപോലെ പറിച്ചെടുത്തിട്ട്. പിന്നെ ഇനി ചെയ്തില്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം പൊഴിഞ്ഞ് താഴെ പോവും. അപ്പോൾ പിന്നെ നമുക്കൊന്നിനും ഒരു ഉപകാരത്തിനും കൊള്ളാത്ത അവസ്ഥയാവും. മുരിങ്ങയില പറിച്ചാൽ തന്നെ മുരിങ്ങക്ക കാണും. നമ്മുടെ കായ്ക്ക് നല്ല വണ്ണമുള്ള സൈസ് കായാണ്, പക്ഷേങ്കിൽ ഒത്തിരി നീളമൊന്നുമില്ല. ഇപ്പം തണുപ്പാകാൻ തുടങ്ങിയപ്പോൾ നല്ല നീളത്തിൽ കായ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുണ്ടോ, ചൂടായിരുന്നപ്പോൾ ഉണ്ടായ കായ്ക്കൊന്നും നീളില്ല. തണുപ്പാകാൻ തുടങ്ങിയപ്പോൾ നല്ല നീളത്തിലുള്ള കായകൾ ഉണ്ടാകാൻ തുടങ്ങി. ഇനി നമുക്കിത് ചോടയെ പറിച്ച് വെക്കേണ്ട ആൾക്കാരാണ് കേട്ടോ. അതുകൊണ്ടോ, ഞാൻ മുരിങ്ങനെല്ലാം നടുന്ന അടുത്തടുത്താണ് കേട്ടോ. അതുകൊണ്ടോ നിൽക്കുന്നത്. ഇതൊരു ചെറിയ തൈയാണ്, അതേലാണ് നമ്മുടെ ആദ്യം ഉണ്ടായ കായ ഉണ്ടായത്. ഇതുണ്ടോ, അതേലുണ്ടായ കായാണിതല്ല. അതുകൊണ്ടോ, ഇത്രയും കായാണ് ഇതിലുണ്ടായി. ഈ ഒരു കമ്പയിൽ 4 കായ്, ഇതൊരെണ്ണം 3 പിന്നെ അതൊരെണ്ണം. അപ്പോൾ നമ്മളെപ്പോലെ മുരിങ്ങ നട്ടിട്ടുള്ളവരാണെങ്കിൽ ഈ സമയമാകുമ്പോഴത്തേനും അവരുടെ ഏത് നാട്ടിലാണോ അവിടുത്തെ ടെമ്പറേച്ചർ അനുസരിച്ച് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇവിടെ അമേരിക്കയിലൊക്കെ ഉള്ളവർക്കാണെങ്കിലും അല്ലെങ്കിൽ മഞ്ഞ് വീഴുന്ന നാട്ടിലുള്ളവർക്കാണെങ്കിലും അവിടെ മഞ്ഞ് വീഴാറാകുമ്പോഴത്തേനും നമ്മളിതെല്ലാം പറിച്ചകത്ത് കയറ്റണ്ടേ. നമ്മുടെ ഇവിടെ അമേരിക്കയിൽ തന്നെ പലർക്കും ഇപ്പോഴും സംശയമാണ്, നമ്മൾ മുരിങ്ങ മണ്ണിൽ നട്ടിട്ട് പിന്നെ അത് പറിച്ച് വെക്കുമ്പോഴത്തേനും ചീഞ്ഞു പോകുകയില്ലേന്ന്. എനിക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായോന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 5-6 മുരിങ്ങ പറിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരെണ്ണമൊക്കെ ചീഞ്ഞു പോകാം. അത് നമ്മൾ ചോടിളക്കി പറിക്കുന്നതനുസരിച്ചിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണേലും നമ്മൾ മുരിങ്ങ മണ്ണിൽ തന്നെ നടുക. എന്നാലാണ് അത് ഒത്തിരി വലുതായിട്ട് വളരും ചെയ്യും, ഒത്തിരി കായ ഉണ്ടാവുകയും ചെയ്യും.
ഞാനും ആദ്യമൊക്കെ ചട്ടിയിൽ തന്നെയാണ് നട്ട് വളർത്തിക്കൊണ്ടിരുന്നത്. ഞാൻ ഒരു വർഷമേ ചട്ടിയിൽ നട്ടുള്ളൂ. ഒരു വർഷം ചട്ടി നട്ടപ്പോൾ നമുക്ക് കാര്യമായിട്ട് കായൊന്നും ഉണ്ടായാലും 3-4 കായൊക്കെ ഉണ്ടായുള്ളൂ. മണ്ണ് നട്ട ശേഷമാണ് ഇതുപോലെ കായ ഉണ്ടാകാൻ തുടങ്ങിയത്. പിന്നെ നമ്മൾ ആദ്യത്തെ വർഷം നമ്മളിത് ചട്ടിയിൽ തന്നെ നട്ട് വയ്ക്കുന്നതാണ് നല്ലത്. രണ്ടാമത്തെ വർഷമാകുമ്പോഴത്തേനും നമ്മളത് മണ്ണിലേക്ക് നട്ടിട്ട് അതിൻ്റെ ചോട്ടിൽ നിന്ന് വെട്ടിക്കളയണം. അന്നേരമാണ് കുറച്ച് കമ്പുകൾ കിളുത്ത് വരിക. രണ്ടാമത്തെ വർഷം കുറച്ച് ഒരു 2-3 കമ്പുകളൊക്കെ വന്ന് അതിൽ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് നമുക്കൊരു 10 കായൊക്കെ കിട്ടും. 10-15 കായൊക്കെ മാക്സിമം കിട്ടും. പിന്നെ മണ്ണിലെ വളത്തിൻ്റെ അനുസരിച്ചും കൂടി ഇരിക്കും കേട്ടോ. മൂന്നാമത്തെ വർഷമാകുമ്പോൾ നമ്മൾ ആ കമ്പ് വെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ അതിൽ നിന്ന് കുറേ കമ്പുകൾ പൊട്ടിക്കിളുക്കും. ഇപ്പോൾ 3 കമ്പിൽ നിന്ന് പിന്നെ ആ കമ്പുകളെല്ലാം വെട്ടിക്കഴിയുമ്പോൾ പിന്നെ ആ 3 കമ്പിൽ നിന്ന് ഒരു 9 കമ്പെങ്കിലും കിളുക്കും. ഞാൻ സാധാരണ ഒത്തിരി കമ്പുകൾ നിർത്താറില്ല, എല്ലാം അടത്തി കളഞ്ഞിട്ട് കുറച്ച് കമ്പ് നിർത്തും. അങ്ങനെയാകുമ്പം അതിൽ നിറച്ചും കായ ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. മൂന്നാമത്തെ വർഷം പോലും നമുക്ക് നിറയെ കായകളുണ്ടായി കിട്ടാൻ തുടങ്ങും. ഇവിടെ ഒരു വലിയ കായ കിടക്കുന്നു, ഇതുകൊണ്ട് നമുക്ക് പറിക്കാം. കണ്ടോ, നിറഞ്ഞ് കിടക്കുന്നതുണ്ടോ? ചെറിയ തൈകളാണല്ലോ ഇതെല്ലാം, നോക്കിക്കേ. അതുകൊണ്ട് ഈ ഒരു കമ്പ വരെ കിടക്കുന്നുണ്ട് കായ, കുഞ്ഞി കമ്പയിൽ. അപ്പോൾ 1-2 മുരിങ്ങക്ക നമുക്ക് പറിക്കാവേ. ഇതൊക്കെയാണ് ഇച്ചിരി പ്രായമായ മുരിങ്ങകൾ. നാല് ചോടാണ് കാര്യമായിട്ടുള്ളത്, ഒരു ചെറിയ മുരിങ്ങ, അങ്ങനെ 5 എണ്ണം. ഈ വർഷം ആരും മുരിങ്ങ വിത്തൊന്നും ചോദിക്കണ്ട കേട്ടോ. നമുക്ക് 2-3 വർഷമായി മുരിങ്ങയുടെ വിത്തുകളൊക്കെ മൂത്ത് കിട്ടിയിട്ട്. നമുക്ക് നിറച്ചും കായുണ്ട്, കണ്ടോ. ഇതൊരു 10-100 കായെങ്കിലും ഉണ്ടാവും. ഇതുണ്ട്, ഈ ഒരെണ്ണം തണ്ടയിൽ കിളുത്തിട്ട് വന്നേക്കുന്നത് കണ്ടോ, തണ്ടയിൽ. ഇതാണ് ഏറ്റവും ആദ്യം ഉണ്ടായ കായ. ഇത് ഞാൻ മൂക്കോ ഇല്ലോ നോക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്, അറിയില്ല. അങ്ങോട്ടേക്കൊക്കെ കുറേ ഉണ്ട്. അവിടെ ഈ പയറ് കയറിയിട്ട് അത് ചുറ്റിക്കിടക്കുക. ഇങ്ങോട്ടേക്ക് ഇപ്പോൾ കുറേ വള്ളി പോലെ ഉണ്ടാകുന്നുണ്ട്. ഇത് കണ്ടോ. ഇതൊക്കെ ചിലപ്പോൾ ഇച്ചിരി മൂത്ത് കിട്ടുമായിരിക്കും. പക്ഷേങ്കിൽ ഇങ്ങനെ മുകളിലേക്ക് ഇന്ന് ചെറുതായിട്ട് ഇനിയും ഉണ്ടാകുന്നുണ്ട്. ഞാൻ 2 വർഷമായിട്ടുള്ളൂ ഇതുപോലെ ഇലയൊക്കെ എടുത്ത് വെക്കാൻ തുടങ്ങിയിട്ട്. അതിന് മുന്നുള്ള ഇലകളെല്ലാം വെറുതെ അങ്ങനെ കിടന്ന് പോയിട്ടേ ഉള്ളൂ. പൂക്കൾ വരെയും പറിച്ചെടുക്കില്ലായിരുന്നു. ഇപ്പോൾ 2 വർഷമൊക്കെ ആയിട്ട് ഇങ്ങനെ പൂക്കളും ഇലകളൊക്കെ എടുത്ത് നമ്മൾ പരമാവധി സൂക്ഷിക്കാനൊക്കെ തുടങ്ങിയത്, ഉപയോഗിക്കാനൊക്കെ തുടങ്ങിയത്. അതുകൊണ്ട് നിങ്ങളും കിട്ടുന്ന വിത്തുകൾ മേടിച്ചിട്ട്, ഓൺലൈനിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും കിട്ടുന്ന വിത്ത് മേടിച്ചിട്ട് നട്ട് നമ്മൾ മുരിങ്ങ ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക. നമ്മുടെ മുരിങ്ങയിൽ ഇനി ഏത് വർഷം മുരിങ്ങക്ക മൂത്ത് കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. മൂത്ത് കിട്ടുന്ന വർഷം ഞാൻ എന്തായാലും നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ ഞാനിവിടെ നമ്മൾ കുറേ ഇല എടുത്തിട്ടുണ്ട്. ഒരു ബക്കറ്റിൽ ഞാൻ കുത്തിയമക്കി കുറേ ഇലകൾ എടുത്തു. അതിൻ്റെ അടിഭാഗത്തുള്ള ഓൾമോസ്റ്റ് ഇലകളും തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുമായിട്ട് വീട്ടിലേക്ക് പോകാം കേട്ടോ. ബാക്കി പരിപാടികളൊക്കെ വീടിനകത്ത് വെച്ച് നടത്താം. പിന്നെ മുരിങ്ങയില പറിച്ച് അന്ന് തന്നെ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതെല്ലാം പിന്നെ ഇലയെല്ലാം അടർത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസം അങ്ങനെ ബക്കറ്റിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഇലയെല്ലാം അടർത്താൻ വേണ്ടിയിട്ട് മേശയിലേക്ക് എല്ലാം കൂടെ വലിച്ചു വരിട്ടേക്കുന്നതാണ് കാണുന്നത് കേട്ടോ. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഇതിനു മുന്നേ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മുരിങ്ങയില ഒരു ദിവസം പറിച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതിന് ഇലയെല്ലാം പൊഴിഞ്ഞു പോകുന്നു. ഞാനത് കഴിഞ്ഞ് അമ്മേനെ വിളിച്ച് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അത് അടച്ച് വെക്കല്ലായിരുന്നു, അത് വെറുതെ ഇങ്ങനെ വെച്ചിരുന്നെങ്കിൽ പിറ്റേത്തിന് പൊഴിഞ്ഞു വീണേനെന്ന്. പക്ഷേ സത്യത്തിൽ ഞാനത് അടച്ച് വെച്ചുകൊണ്ട് എൻ്റെത് കുറച്ച് ആവി വെള്ളമൊക്കെ പോയി വീണ പോലെയൊക്കെ ആയി. പക്ഷേങ്കിൽ ശരിക്കും അങ്ങ് ഇലയൊന്നും ആയി കിട്ടിയില്ല. പക്ഷേ മേൽഭാഗത്തുണ്ടായിരുന്ന കുറച്ച് ചപ്പൊക്കെ നല്ലോണം ഇലയൊക്കെ ഊർന്ന് വീണ് കിട്ടി. നല്ല ടൈറ്റായിട്ട് അമക്കി വെച്ചുകൊണ്ട് ടൈറ്റായിട്ടിരുന്നിടത്ത് ഇലയൊന്നും ആയില്ല.
അങ്ങനെ ഞാൻ പിന്നെ കൈ കൊണ്ടൊക്കെ കുറേ ഊർത്തി ചാടിച്ചു. നമ്മൾ ഇല ഇങ്ങനെ അമ്മ പറഞ്ഞ രീതിയിൽ വെക്കുമായിരുന്നെങ്കിൽ ഇതിൻ്റെ ഒരു കമ്പ് പോലും വീഴാണ്ട് നമുക്ക് നല്ല ക്ലീനായിട്ട് കിട്ടിയേനെ, നല്ല ഇലയായിട്ട് കിട്ടിയേനെ. ഇതിപ്പോൾ ഞാനിങ്ങനെ വലിച്ചു വാരിയിടുന്നുണ്ട്, അതിനകത്ത് കുറച്ച് കമ്പും ഇതൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഉണങ്ങിക്കഴിയുമ്പം. അങ്ങനെ ഞാൻ കൈ കൊണ്ട് ബാക്കി ചാടാത്ത ഇല കമ്പയിലെല്ലാം മുഴുവൻ ഇലയും വലിച്ച് ചാടിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് കുറച്ച് പഴുത്ത ഇലകളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഞാനതൊന്നും പെറുക്കി മാറ്റുന്നില്ല, നമുക്കതിനുള്ള സമയമൊന്നുമില്ല. അങ്ങനെ ഞാനത് വീടിനകത്ത് തന്നെ നമ്മൾ ഉപയോഗിക്കാത്ത റൂമിനകത്തേക്ക് പേപ്പറൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ വെതറി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫാൻ ഇട്ട് കൊടുത്തു, ഏറ്റവും സ്ലോയിൽ. എന്നിട്ട് പിന്നെ അത് പിറ്റേ ദിവസത്തിനാകുമ്പത്തേനും ഒരുവിധം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞെടുത്ത് നല്ലോണം, ഇത് 2ാമത്തെ ദിവസത്തെയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അന്നത്തേനും ഒരു ചെറിയൊരു മഞ്ഞപ്പ് മാറിയത് കണ്ടോ. അങ്ങനെയായി നല്ല കറുമുറു എന്നുള്ള രീതിയിലേക്ക് ഉണങ്ങിക്കിട്ടി. കണ്ടോ, നല്ല കറുമുറു സൗണ്ടില്ലേ. അങ്ങനെ നല്ല കിരുകിരുന്നായിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ 2 ദിവസമായപ്പോഴത്തേനും ഞാനതെല്ലാം വാരി ഒരു പാത്രത്തിലേക്ക് എടുത്തു കേട്ടോ. നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തെ ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. കണ്ട, അതിനകത്ത് കമ്പും കോലൊക്കെ കിടക്കുന്നുണ്ട് ചെറുതായിട്ട്. അത് നമ്മൾ ആ ഊരിയിട്ടുണ്ട്. അത് ഇല തന്നെ ഊർന്ന് വീണായിരുന്നെങ്കിൽ ഇങ്ങനെ ആ ചെറിയ കമ്പുകളൊന്നും വരില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.